മൊഹല്ല ക്ലിനിക്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, അവർക്ക് കുറെ കൂടെ സൗജന്യമായ വിദ്യാഭ്യാസത്തിലേക്കുള്ള ലഭ്യത ഉറപ്പാക്കൽ, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ 2015 ശേഷം ആം ആദ്മി പാർട്ടി ചെയ്തിരുന്നു. അതോടൊപ്പം ഈ ഇലക്ട്രിസിറ്റി താരിഫിൽ വരുത്തിയ കുറവ്, വെള്ളം വിതരണം ചെയ്യുന്നതിൽ അതിൻ്റെ താരിഫിൽ വരുത്തിയ കുറവ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ ഫ്രീ ബീസ് ഇല്ല, ഇത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സർപ്ലസ് ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മുൻകാല IRS ഉദ്യോഗസ്ഥനാണ് അരവിന്ദ് കെജ്രിവാൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഫ്രീ ബീസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന പട്ടികയിൽ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ തുടർച്ച ഇപ്പോഴത്തെ ഈ എന്താ പറയുക, ഈ പ്രകടന പത്രികകളിലൊക്കെ ഉണ്ട്. AAPയുടെയിലുണ്ട്, BJPയുടെയിലുണ്ട്, കോൺഗ്രസിൻ്റെയിലുണ്ട്. കോൺഗ്രസ് ഒരു പടി കടന്നിട്ട് അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർക്ക് മാസം 8,500 രൂപ വെച്ച് തൊഴിൽരഹിത വേതനം കൊടുക്കും എന്ന് വരെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ നറേറ്റീവ് മുഴുവൻ, ഈ തെരഞ്ഞെടുപ്പിലും ഈ നറേറ്റീവ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളാണോ? ഇന്ന് അദ്ദേഹം ഈ എന്താ പറയുക, ഇടത്തട്ടുകാരെക്കുറിച്ച് സംസാരിച്ചു. ഇടത്തട്ടുകാരെ കേന്ദ്ര സർക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഇന്നൊക്കെയാണ് ഇടത്തട്ടുകാർക്ക് വേണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയെ സംബന്ധിച്ച് ഇടത്തട്ടുകാരെന്ന് പറഞ്ഞാൽ വലിയൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ നറേറ്റീവ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ തന്നെയാണോ? അതിൻ്റെ പുറകെ പോകേണ്ടി വരുന്നുണ്ടോ BJP അടക്കമുള്ള പാർട്ടികൾക്ക്? രാജീവ്, അത് ഒരു ശരിയായൊരു നിരീക്ഷണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ അജണ്ടയും നറേറ്റീവും ഇക്കുറിയും നിശ്ചയിച്ചിരിക്കുന്നത് കേജ്രിവാളും പിന്നെ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തന്നെയാണ്. ഒരു സംശയം അതിനകത്തില്ല. കാരണം അതിന്റെ പിന്നാലെ പിടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു അജണ്ട മുന്നോട്ട് വയ്ക്കാനായിട്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 12 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇപ്പോഴും ഡൽഹിയിൽ ഈ കുറിയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത്തരക്കാരും താഴോട്ടുള്ള അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ. ഈ 2 ജനവിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകൾ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും അരവിന്ദ് കെജ്രിവാൾ ജയിലിലിട്ടു, 6 മാസം ജയിലിൽ കിടന്നു എന്നുള്ളതൊന്നും തന്നെ ഇത്തരം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു വോട്ട് ബാങ്കിനെ ബാധിക്കാതിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വിഷയങ്ങളെ അഡ്രസ് ചെയ്ത ഒരു സർക്കാരാണ്. താഴെത്തട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അടിസ്ഥാന വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം സൗജന്യ വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുതിയിലെ ഇളവ്, അതുപോലെ സൗജന്യ വെള്ളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. നമ്മൾ സബ്സിഡികളും അതുപോലെ തന്നെ ഫ്രീബികളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കരുത്. കാരണം ചില മൗലികമായ ചില അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന സൗജന്യങ്ങളെ നമ്മൾ അത്തരത്തിൽ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പൊ വെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ നൽകുന്ന സൗജന്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകളെ നമുക്ക് പിന്നെ ഫ്രീബി ആയിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സബ്സിഡികൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ കഴിയുള്ളൂ. അതിനപ്പുറം ഫ്രീബി ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കേവലം വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഫ്രീബികൾ എന്ന് നമ്മൾ പിന്നെ നിർവചിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, പിന്നെ വെങ്കടേഷ് ജിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം സാരി ദുരന്തത്തെ കുറിച്ച് അറിയാം. ലക്നൌവിൽ 2004 ഉണ്ടായിട്ടുള്ള സാരി ദുരന്തം, സാരി വിതരണം ചെയ്തിട്ട് സാരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സാരി വിതരണം ചെയ്യുകയും പിന്നെ അതിനകത്ത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പിന്നെ സാരിയും ടെലിവിഷനും പിന്നെ വിതരണം ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഇത്തരത്തിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഫ്രീബികളുടെ ഗണത്തിൽപ്പെടുത്തുന്നത്. ഇപ്പോ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ, ഇപ്പോൾ നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഈ പറയുന്ന പോലെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ പലതും തന്നെ സബ്സിഡികളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല. അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പോലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ട നിശ്ചയിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിക്ക് വിരുദ്ധമായിട്ട്, ആം ആദ്മി പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് വിരുദ്ധമായിട്ട് ഒരു സമീപനം സ്വീകരിക്കാൻ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷേ രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ദീർഘകാല രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ ഇത്തരം സൗജന്യ വാഗ്ദാനങ്ങൾ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നതിനകത്ത് അപകടങ്ങളുണ്ട്. ആ അപകടമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണ ജനങ്ങളുടെയോ അല്ലെങ്കിൽ കേവലം ജനങ്ങളുടെയോ അവകാശ നിഷേധമല്ല അത്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം വേറെ വരേണ്ടതുണ്ട്. പക്ഷെ വോട്ട് ബാങ്കിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫ്രീബി പ്രഖ്യാപനങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത് എന്നുള്ളത് കേവലം ഖേദകരമാണ്. അതുകൊണ്ടാണ് അത്തരം രാഷ്ട്രീയത്തെ മറ്റ് എളുപ്പത്തിൽ വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും സ്വീകരിക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ഏറെക്കുറെ ഇപ്പൊ ഛത്തീസ്ഗഡിലേക്ക് ഞാൻ ഇലക്ഷൻ കവർ ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഏറ്റവും ഗ്രാമ്യമായ തികഞ്ഞ രാഷ്ട്രീയമുള്ള മേഖലകളിൽ പോലും
അവിടെ പ്രഖ്യാപിക്കുന്ന ഫ്രീബികളെ അടിസ്ഥാനമാക്കിയാണ് വോട്ട് നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ കൗതുകകരമായ വസ്തുത. അതുപോലെ തന്നെ വെങ്കടേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് തരത്തിലാണ് 2015 ശേഷം ഡൽഹിയും ചിന്തിക്കുന്നത് രണ്ട് തരത്തിലാണ്. അത് ലോക്സഭയിലേക്ക് തുടർച്ചയായ 3 ഘട്ടങ്ങളിലും എല്ലാ സീറ്റുകളും പിന്നെ BJP വിജയിക്കുകയും എന്നാൽ സംസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ജനം രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അപ്പൊ കോർപ്പറേഷന്റെ ഭരണവും അതുപോലെ തന്നെ ഈ മൊഹല്ല ക്ലിനിക്കുകൾ അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂളുകളിൽ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഇളവുകൾ, ഇതൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പിന്നെ വിഷയങ്ങളാണ്. കാരണം നമ്മൾ കാണുമ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഉപരി വർഗത്തിന്റെ മാത്രം ഒരു പിന്നെ പിന്നെ സ്വാധീനമുള്ള മേഖലയാണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഡൽഹിയിൽ അടിസ്ഥാന വർഗങ്ങൾ, സ്ലമ്മുകളിൽ, ചേരികളിൽ ജീവിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ നിശ്ചയം, അവരുടെ അസ്മിത, അവരുടെ ഒരു അഭിമാന ബോധം, അവരുടെ ഒരു രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഡൽഹിയുടെ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് പിന്നെ കേജ്രിവാളോ അല്ലെങ്കിൽ കേജ്രിവാളിനെ പോലത്തെ ഒരു നേതാവിനെയും ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മാത്രമല്ല കേജ്രിവാളിന് തുല്യനായ അല്ലെങ്കിൽ കേജ്രിവാളിനോട് മത്സരിക്കാവുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ BJPക്കോ കോൺഗ്രസിനോ ഇക്കുറിയും സാധിച്ചിട്ടില്ല. കാരണം കേജ്രിവാളിന് അപ്പുറം ഒരു നേതാവില്ല എന്നുള്ള തലത്തിലേക്ക് പിന്നെ സംസ്ഥാന രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം BJPയിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമല്ല, കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമല്ല. എല്ലാവരും ആക്രമിക്കുന്നത് പിന്നെ കേജ്രിവാളിനെ തന്നെയാണ്. അതിനകത്ത് ഏറ്റവും വലിയ മറ്റൊരു രാഷ്ട്രീയം നമ്മൾ വായിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അവസ്ഥയാണ്. അത് വിശദമായ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഇന്ത്യ സഖ്യത്തിനകത്ത് പിന്നെ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് ആണ് തന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്കെതിരെ ഏറ്റവും രൂക്ഷമായ ആക്രമണം നടത്തുന്നത്. കേജ്രിവാളിനെതിരെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്നിപ്പോ രണ്ടാമത്തെ റാലി നടക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ റാലിയിൽ സീലാംപൂരിൽ നടന്ന റാലിയിൽ ഏറ്റവും ശക്തമായിട്ട് കേജ്രിവാളിനെതിരെ വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ പിന്നെ നില എന്താണ് എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ചർച്ച ഇനി ബാക്കി നിൽക്കുന്നു. തുടർനീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ വിശദമായ വിചാരണ ബാക്കി നിൽക്കുന്നു. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടി, TMC, NC, അതുപോലെ തന്നെ NCP തുടങ്ങിയിട്ടുള്ള സഖ്യകക്ഷികളെല്ലാം പിന്തുണ കൊടുത്തിരിക്കുന്നത് കേജ്രിവാളിനാണ്, കോൺഗ്രസിനല്ല എന്നുള്ളതും കൂടി പിന്നെ വായിച്ചെടുക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടേണ്ടതാണ് എന്ന് പിന്നെ നാഷണൽ കോൺഫറൻസ് നേതാവ് അതുപോലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള പറഞ്ഞു. കാരണം ഒമർ അബ്ദുള്ളയ്ക്ക് ജമ്മുവിൽ കഴിഞ്ഞ ഇലക്ഷനിലെ കോൺഗ്രസിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ കൈപൊള്ളിയ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഒമർ അബ്ദുള്ള അത് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയവും പിന്നെ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യമിട്ടാണോ ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത് എന്ന ചർച്ചയും പിന്നെ ബാക്കി നിൽക്കുന്നുണ്ട്.